ചപ്പാത്തിയും പൊറോട്ടയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിന്നൊരു നല്ലൊരു പത്തിരി ഉണ്ടാക്കിയാലോ? റവ ഉപയോഗിച്ചാണ് ഈ പത്തിരി ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ പത്തിരി നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ? അതിനായി ഒരു പാനിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. ഇപ്പം വറുത്തതായാലും ഏതായാലും പ്രശ്നമല്ല. 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ. അപ്പം ഈ റവയിൽ വെള്ളമൊക്കെ വറ്റി വന്ന് നല്ല ഡ്രൈ ആയി വന്നാലേ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് മൈദയാണ്. അപ്പോൾ കുറച്ച് കുറച്ച് ഇട്ടിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. ഇനിയിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ബാക്കിയുള്ള മൈദയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയി വരുന്നവരെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ അതേപോലെ തന്നെയാണ് ഇതും കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇനി നമുക്കിത് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഓരോ ബോൾസ് ആക്കി എടുക്കാം. അതേപോലെ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമന്റും ചെയ്യണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഞാനിതാ എല്ലാം ഉരുളയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പൊ കുറച്ച് പൊടിയിട്ടിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. അപ്പൊ കുറച്ച് നൈസായിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഇപ്പൊ ഷേപ്പൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ റവയല്ലേ ചേർത്ത് അതുകൊണ്ട് അങ്ങനെ വലിയൊരു ഷേപ്പ് ഉണ്ടാവില്ല. അപ്പൊ നമുക്കിതൊരു ഒരു അടപ്പ് കൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇങ്ങനെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നല്ലൊരു ഷേപ്പിൽ കിട്ടും. അപ്പൊ ഇതാ ഇതേപോലെ നല്ല ഷേപ്പായിട്ട് നമുക്കിതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇതാ ഒരു പത്തിരി ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നല്ല നൈസായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതേപോലെ വേഗം വേഗം നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഒന്നുകൂടി ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഒരു അടപ്പ് കൊണ്ട് ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനായി ഒരു ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. നമ്മൾ പത്തിരിയൊക്കെ ചൂടുന്ന പോലെ തന്നെ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു വലിയ ദോശക്കല്ലായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 3 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നായിട്ടും ചുട്ടെടുക്കാൻ പറ്റും. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പത്തിരിയാണിത്. നമ്മൾ നെയ്സ് പത്തിരിൻ്റെ എല്ലാം അതേ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. ഇനി കുറച്ച് എണ്ണ മേലെ പുരട്ടിയിട്ട് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കുക. അപ്പം തന്നെ 2 ഭാഗം നല്ലോണം ഒന്ന് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതേപോലെയാണ് പത്തിരി ചുട്ടെടുക്കേണ്ടത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. നമ്മൾ ചപ്പാത്തിയും പൊറോട്ട ഒക്കെ കുറെ ഉണ്ടാക്കി മടുത്തതല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു റവനെ കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയാൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പത്തിരിയാണിത്. ഇതാ ഞാനെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ നല്ല സോഫ്റ്റ് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യുന്നേരം തന്നെ കാണുന്നില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് രാത്രി ഉണ്ടാക്കി പിറ്റേന്ന് രാവിലെ ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതേ സോഫ്റ്റ് ആയിരിക്കും ഈ പത്തിരിക്ക് ഉണ്ടായിരിക്കുക. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു പത്തിരിയാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ഇറച്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ചെയ്യുക. ഓക്കെ ബൈ.